നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് വോട്ടർ ഐ ഡി കാർഡിന്റെ ഒരു അൺബോക്സിംഗ് ആട്ടോ കാണിക്കുന്നത്. പലരും വോട്ടർ ഐ ഡിക്ക് വേണ്ടി പുതുതായിട്ട് അപേക്ഷിച്ചിട്ട് കിട്ടിയില്ല എന്നും അതുപോലെ തന്നെ ഈ തിരുത്താനും ഫോട്ടോ മാറ്റാനും കൊടുത്തിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 1.5 മാസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊടുത്തത് എനിക്ക് 2 ദിവസം മുന്നേ തപാലിൽ വന്നു. അത് കാണിക്കാൻ കേട്ടോ. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ പഴയ വോട്ടർ ഐ ഡി കാർഡ് മാറ്റാൻ പറ്റും, ഫോട്ടോ മാറ്റാൻ പറ്റും, അഡ്രസ് മാറ്റാൻ പറ്റും, ആധാർ ലിങ്ക് ചെയ്യാൻ പറ്റും, മൊബൈൽ ലിങ്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഫോണിലൂടെ വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളാട്ടോ ഒന്ന് പറയുന്നത്. എൻ്റെ പഴയ കാർഡ് കണ്ടോ, ഇതെങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റില്. ഞാനതിന്റെ ഫോട്ടോഷാറ്റ് എടുത്തിട്ട് പേഴ്സിൽ കൊണ്ട് നടക്കുന്ന സാധനമാണത്. ഈ സാധനമാണ് ഇപ്പൊ പുതുതായിട്ട് 2 ദിവസം മുന്നേ തപാലിൽ വന്നത് കാണിക്കാം. ഭാരതീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഒരു കവറിലാണ് കേട്ടോ വന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് വേറൊരു പേപ്പറിൽ നമ്മുടെ വോട്ടർ ഐ ഡി ഉണ്ടായിരുന്നു. ഇതാണ്ടോ, ഇതെങ്ങനെ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട വോട്ടർ, തിരിച്ചറിയൽ കാർഡ് ലഭിച്ചതിൽ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വിപുലമായ ജനാധിപത്യ സംവിധാനത്തിലെ അവിഭാജ്യവും മൂല്യവത്തുമായ അംഗമായി ഭാരതീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ എൻ്റെ ഈ കാർഡും ഉണ്ട്. ഞാൻ കാർഡ് കാണിക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്ക് കാണിച്ചാല് യൂട്യൂബ് ഇതുപോലെ ഒരു ഐ ഡി കാർഡ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഏകദേശം മറച്ചിട്ട് കാണിക്കാം. ഇതാണ്ടോ, ഞാനിത് ബ്ലർ കൊടുക്കേ, കണ്ടാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലൊരു QR കോഡും ഉണ്ട്. നല്ല സൂപ്പർ കാർഡ്. അപ്പോൾ ഒരു 1.5 മാസം കൊണ്ടൊക്കെ ഈ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പഴയ വോട്ടർ ഐ ഡി മാറ്റാനും ഫോട്ടോ മാറ്റാനും അഡ്രസ്സ് തുടങ്ങി എന്ത് കാര്യം ചെയ്യാനും ആധാർ ലിങ്ക് ചെയ്യാനും മൊബൈൽ ലിങ്ക് ചെയ്യാനും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്ക്രീനിൽ കാണിക്കാം. നിങ്ങളുടെ പ്ലേ സ്റ്റോർ എടുക്കുക. എന്നിട്ട് അതിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നുള്ള ഈ ആപ്പ് എടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ചില പെർമിഷൻസ് ചോദിക്കും, അത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ ന്യൂ യൂസർ എന്നതിൽ കൊടുക്കുക. അല്ലാത്തവർ നേരെ ലോഗിൻ ചെയ്തോളൂ. ന്യൂ യൂസർ എന്ന് കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കും, അത് കൊടുക്കുക. സെൻഡ്, അപ്പോൾ OTP വരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, അതായത് ഇനീഷ്യൽ, പാസ്വേഡ്, OTP, ആ വന്ന OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അത്രേ വേണ്ടൂ. രജിസ്റ്റേർഡ് ആയി. യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. എന്നിട്ട് നമ്മൾ ആദ്യമേ മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, വീണ്ടും OTP വരും. ആ OTP കൊടുത്താൽ ലോഗിൻ ആകും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ നമ്പർ ആധാറൊക്കെ രജിസ്റ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അത് ആദ്യം ചെയ്യാം. അതിൽ വോട്ടർ രജിസ്ട്രേഷൻ എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റത്തെ. എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഏറ്റവും താഴെ ആധാർ നമ്പർ സബ്മിഷൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വരും. ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഐ ഹാവ് വോട്ടർ ഐ ഡി നമ്പർ. നമ്മുടെ അടുത്ത് വോട്ടർ ഐ ഡി ഉണ്ടല്ലോ, അത് കൊടുക്കുക. എന്നിട്ട് ആ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പറും കൊടുക്കുക. സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളവിടെ കേരളം സെലക്ട് ചെയ്തിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് താഴത്ത് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഡീറ്റെയിൽസ് അവിടെ കാണും. ശരിയല്ലേ നോക്കുക. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിൽ കണ്ടോ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ആധാർ ഡീറ്റെയിൽസ് ഉണ്ട്. ആധാർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, പ്ലേസ് എന്ന് കൊടുക്കുക, ഡൺ എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്യാനുള്ളത്. ഞാനിത് ചെയ്യുന്നില്ല. എൻ്റെ ഓൾറെഡി ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങളത് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫോൺ നമ്പറും ആധാറും ഒക്കെ ലിങ്ക്ഡ് ആവും. അതിനുശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്. ഇനി നമുക്ക് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അല്ലേ, വീണ്ടും ആദ്യത്തെ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ കണ്ടോ, അതെടുക്കുക. അതിൽ ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. കണ്ടോ, ആദ്യത്തെ കൊടുക്കരുത്. നോ, ഐ ആൾറെഡി ഹാവ് വോട്ടർ ഐ ഡി എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ യെസ് ഐ ഹാവ് വോട്ടർ ഐ ഡി, നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വോട്ടർ ഐ ഡി അവിടെ വരും. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആ വിവരങ്ങളെല്ലാം ഒന്നുകൂടെ കൊടുക്കണം കേട്ടോ. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, മെയിൽ ID കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണും. ഷിഫ്റ്റിംഗ് റെസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കുക. നിങ്ങളുടെ വീട്ടുപേര് മാറ്റണമെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളതിൽ മാറ്റാൻ വരും. നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, റിലേഷൻ ടൈപ്പ്, റിലേഷൻ നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ മാറ്റാൻ പറ്റും. ഫോട്ടോ മാറ്റാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ആകും. എന്നിട്ട് അടുത്ത താഴത്തെ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി അതല്ല, ആ സമയത്ത് ഒരു OTP വരുന്നുണ്ടെങ്കിൽ അത് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഓൾറെഡി ഉള്ളവർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. അതിനായിട്ട് തുടക്കത്തിലേക്ക് വരിക. അതിൽ ഡൗൺലോഡ് EPIC എന്ന് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രൊസീഡ് എന്നുള്ളത് വരും, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് OTP വരും. ശ്രദ്ധിക്കുക, 3 തവണ തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറുടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെ വരും. എൻ്റെ വോട്ടർ ഐ ഡി ഇതേപോലെയാണ്. ഇത് നിങ്ങൾക്ക് അടുത്തുള്ള
അക്ഷയ, CSC മറ്റ് ജനസേവന കേന്ദ്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡാക്കി മാറ്റാം. 50 രൂപ 60 രൂപ വരും. മറ്റേതൊന്നും വരില്ല കേട്ടോ. ഞാനൊന്നും ചാർജ് കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നമുക്കത് ആ ഫോട്ടോ മാറ്റിയപ്പോൾ തന്നെ നമുക്കത് വന്നു. അത്രേ ഉള്ളൂ. 2 മാസം കൊണ്ട് എനിക്ക് തപാലിൽ വന്നു. ഇലക്ഷനല്ലേ വരുന്നത്. പിന്നെ മാത്രമല്ല ഇതൊരു നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖ കൂടിയിട്ടാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആധാർ എടുക്കില്ല. ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾ വേറൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് മാറുകയാണെന്ന് കരുതുക. അവിടെ ആധാർ എടുക്കില്ല. നമ്മുടെ അഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആധാർ എടുക്കില്ല, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കില്ല, വോട്ടർ ID മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് വോട്ടർ IDക്ക് അത്രയും പ്രാധാന്യമുണ്ട്, വെറും വോട്ട് ചെയ്യൽ മാത്രമല്ല. അപ്പോൾ നിങ്ങളിൽ ആവശ്യമുള്ളവരെല്ലാവരും ഇങ്ങനെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കത് പ്രയോജനപ്രദമായി കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.